നമസ്കാരം. ജയശങ്കർ നായരുടെയും ബൈജു എം നായരുടെയും ഒരു ജാതീയ അശ്ലീലം കേൾക്കുകയാണ്. പച്ചക്കിരുന്ന് ഞാൻ നായരാണെന്നും നായർ കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രിവിലേജുകളെ കുറിച്ച് കേരളത്തിലെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് മാപ്രകൾ എടുത്ത് ഉയർത്തിക്കൊണ്ട് നടക്കുന്ന രണ്ടുപേരുടെ സംഭാഷണമാണ് കേട്ടത്. എന്തൊരു ജീവിച്ചിരിക്കുന്ന അശ്ലീലങ്ങളാണ്. മനസ്സ് നിറയെ ജാതിബോധം പേറി നടക്കുകയാണ്. എന്നിട്ട് സുമുഖന്മാരായിട്ട് കേരളത്തിലെ സവർണരാൽ നയിക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് എന്തിലും ഏതിലും അഭിപ്രായം പറയാൻ കൊണ്ടുവന്നിരുത്തുന്ന ഒരു വ്യക്തിയുടെ മനോനിലയാണ് നിങ്ങൾ അതിലൂടെ കാണേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതി ഇല്ല, മതം ഇല്ല എന്ന നിലയ്ക്കൊക്കെ ചില ഇടങ്ങളിലൊക്കെ കയറിയിരുന്ന് വലിയ അഭിപ്രായം വിടാൻ വേണ്ടി ഏഷ്യാനെറ്റിന്റെ ഭജന കമ്മിറ്റിക്കാർ എല്ലാ ദിവസവും പിടിച്ചിരുത്തുമ്പോൾ അയാളുടെ ഉള്ളാലെ എന്താണെന്നും എന്തുകൊണ്ടാണ് സംഘപരിവാറുകാരുടെ അടുത്ത് ചെന്നിട്ട് കയ്യിൽ രാഖി വാങ്ങിച്ച് കെട്ടിയെന്ന് പറഞ്ഞാൽ ഉള്ളിലെ സവർണബോധമാണെന്ന് തെളിയിക്കുകയാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലും നായന്മാർ സേഫാണ്, ബാക്കിയുള്ളവന്മാർ മാത്രമേ തേഞ്ഞൊട്ടി നടപ്പുള്ളൂ, എവിടെ പോയാലും നായർ ജയിച്ചോളും, അങ്ങ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ വരെ നമ്മുടെ ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരോടൊക്കെ സഹകരിക്കുമ്പോൾ സ്വന്തം ജാതിബോധത്തിൽ അഭിമരിക്കുന്ന ഏറ്റവും വലിയ വൃത്തികേടുകളാണ് മലയാളികളുടെ മുന്നിൽ പുട്ടിയിട്ട് വരുന്ന രണ്ട് നായർ മാലിന്യങ്ങൾ എന്ന് പറയാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് സ്വന്തം ജാതിയെക്കുറിച്ചും ഞാൻ ഇതാണെന്ന് അഭിമാനപൂർവ്വം ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ എത്രമാത്രം അശ്ലീലങ്ങളാണ് ഇവരെന്ന് കണ്ണടച്ച് നിങ്ങൾ ഇവരെ വിശ്വസിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇവരുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാത്തിലും ഉള്ളിലെ ഈ ജാതീയ ബോധം വെച്ചുള്ള ഒളിച്ചു കടത്തലുണ്ട്. അപ്പൊ ഇനി ഏതായാലും ബൈജു നായർ ജയശങ്കർ നായരെ കണ്ട ഈ ഒരു അവസരത്തിൽ പ്രധാനമായിട്ടും ചോദിക്കേണ്ടത് നമ്മുടെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ നായന്മാരുടെ ഭാവി, നായന്മാരുടെ ഭാവിയെ കുറിച്ച് ഒരു പേടിയും വേണ്ട. നായന്മാര് മന്നത്ത് പത്മനാഭ സാറ് പറഞ്ഞു വിട്ട് നമ്മൾ എവിടെ പോയാലും ജയിച്ചു. പഴയ പടനായന്മാരാണല്ലോ. അതുകൊണ്ടല്ല നായർ കമ്മ്യൂണിറ്റിക്ക് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇത് പൊളിറ്റിക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. പൂർണ്ണമായിട്ടും BJP അല്ല, പൂർണ്ണമായിട്ടും CPM അല്ല, പൂർണ്ണമായിട്ടും കോൺഗ്രസും അല്ല. വോട്ട് മാറ്റി മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. അങ്ങനെയാണ് ഇഴവരെ ജനിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടാണ്, ക്രിസ്ത്യാനികൾ ജനിക്കുന്ന കോൺഗ്രസ്സുകാരായിട്ടാണ്. നായന്മാരങ്ങനെയല്ല, വോട്ട് മാറ്റി ചെയ്യും. വോട്ടിന്റെ വില അറിയാം. അതുകൊണ്ട് വോട്ടിന്റെ മാത്രമല്ല, നായർ കമ്മ്യൂണിറ്റിയുടെ ഭാവിയെ കുറിച്ച് ഒന്നും പേടിക്കാൻ. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സാംസ്കാരികമായിട്ടാണെങ്കിലും സാമൂഹ്യമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഏത് നിലയിലും. ഇനിയിപ്പോ ഇവിടെ തൊഴിലവസരങ്ങളില്ല. പല ആൾക്കാരും പറഞ്ഞിട്ട് നായരായിട്ട് ഒരു കാര്യമില്ല, പഠിച്ചാലും ജോലി കിട്ടില്ല. അതൊക്കെ ഒരു അബദ്ധമാണ്. ഇവിടെ ജോലിയിട്ടില്ലെങ്കിൽ നമ്മുടെ പിള്ളേർ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും അല്ലെങ്കിൽ ഹാർവാർഡിൽ പോകും, യൂട്യൂബ് ഏതെങ്കിലും ജീവിക്കും. പിന്നെ ഒരു പേടിയും ഒരു ആശങ്കയ്ക്ക് വയ്യ. സത്യത്തിൽ നായന്മാരെ കുറിച്ച് മാത്രമാണ് ഇവിടെ യാതൊരു ആശങ്കയ്ക്കും ആശങ്കപ്പെടുന്നേ ഇല്ല, പേടേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മളൊരു ഈ കാര്യത്തിൽ ഞാൻ വളരെ ഇതായിട്ടുള്ള വളരെ ശുഭാപ്തി വിശ്വാസക്കാരൻ. എങ്കിൽ പോലും ഒരു ഇന്റർവ്യൂ പറയുന്ന കേട്ടോ, എന്നെ അടുപ്പിക്കാത്ത 3 പേരുണ്ട്. ഒന്ന് മനോരമ, ഒന്ന് CPM, മറ്റൊന്ന് NSS. ശരി. അപ്പൊ ഈ നേതൃത്വം, NSSന്റെ നേതൃത്വം കുറച്ചുകൂടി ഒന്ന് ചടുലമാകേണ്ടതല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? അതൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത്രയും ഈ ഇനേർഷ്യ ബാധിച്ച ഒരു നേതൃത്വം ഉണ്ടായിട്ട് പോലും നായന്മാരെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിലെ അത്ഭുതം. മനസ്സിലായി? അതുകൊണ്ട് നേതൃത്വം എത്ര നിർജീവമായിട്ടും, നിർജീവം മാത്രമല്ല അത് വളരെ ചവിട്ടി താഴ്ത്തുന്ന, ഒരു പൊങ്ങി വരുന്ന നാരായണ അവന്റെ തല ചവിട്ടി താഴ്ത്തുന്ന നേതൃത്വം ഉണ്ടായിട്ട് പോലും സമുദായം ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിലെ. ശരിയാണ്. അപ്പൊ എങ്ങനെ പിടിച്ചിട്ടാലും നമ്മൾ എങ്ങനെ പിടിച്ചിട്ടാലും രക്ഷപ്പെടും. ആശങ്കയെ കുറിച്ച് അതിനെ കുറിച്ച് മാത്രം ഒരു പേടിയും. താങ്ക് യു. ആക്ടിവിസ്റ്റ് ധന്യാരാമൻ പങ്കുവച്ച വീഡിയോ ആണ് കാണാനിടയായത്. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവുമായി ബന്ധപ്പെട്ട് ഒരു KSRTC ബസ്സിന്റെ പ്രശ്നമുണ്ടായപ്പോൾ അന്ന് സച്ചിൻ ദേവിന്റെ ജാതി പറഞ്ഞ് ഈ പറയുന്ന ജയശങ്കർ നായർ അധിക്ഷേപിച്ചതിന്റെ കാരണം എന്താണെന്ന് ഈ പ്രതികരണം തെളിയിക്കുന്നുണ്ട്. പിന്നോക്കക്കാരനായിട്ടുള്ള സച്ചിൻ ദേവിനോട് ഇദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന ചൊറിച്ചിൽ എന്താണെന്നാൽ, നായർ വിഭാഗത്തിൽപ്പെട്ട ആര്യ രാജേന്ദ്രന്റെ വിവാഹം കഴിച്ചതിന് ഇദ്ദേഹത്തിന് വല്ലാത്ത ചൊറിച്ചിലുണ്ട്. അന്ന് സച്ചിൻ ദേവിനെ വല്ലാതെ അധിക്ഷേപിക്കുന്ന പ്രതികരണങ്ങൾ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിനകത്തിന് ഇയാൾ അശ്ലീല പരിഹാസം പോലെ പറഞ്ഞിറക്കുന്നത് കാണാനിടയായി. സ്വാഭാവികമായിട്ട് വരുമെന്നേ, ഇമാതിരി ജാതീയ ബോധം കൊണ്ട് നടക്കുന്ന ഊളകളുടെ വായിൽ നിന്ന് ഇത്രയെങ്കിലും ഒക്കെ പുറത്തേക്ക് വന്ന് നാട്ടുകാർ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ മുന്നിൽ വന്ന് ഒരു വിഷയത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ ജാതി എന്നുള്ളത് ഇവരുടെ ഫസ്റ്റ് പ്രിവിലേജ് ആണ്. ഇവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് മുന്നിൽ വരുന്നവന്റെ ജാതി നായരാണോ എന്നുള്ളതാണ്. നായരാണെങ്കിൽ കൂടുതൽ സ്നേഹത്തോടെ കാര്യം ചെയ്യും, അല്ലെങ്കിൽ അവന് വല്ലാത്ത അസഹിഷ്ണുതയുണ്ടാകും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജാതീയത നിലനിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണം. സ്വന്തം നിലയ്ക്ക് വാല് വെച്ചിട്ടില്ലെങ്കിലും
ഉള്ളാലെ ആ ജാതിബോധത്തിൽ വല്ലാതെ അഭിരമിച്ച് നടക്കുന്ന, അതിൽ വല്ലാത്ത അഭിമാനം കൊണ്ട് നടക്കുന്ന ഇവരൊക്കെ പഴയ ചരിത്രം കൂടി ഒന്ന് ആലോചിക്കണം. നായർ തറവാടുകളിൽ എങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നതെന്നും ബ്രാഹ്മണിക്കൽ കാലഘട്ടത്തിലെ സംബന്ധത്തെ സംബന്ധിച്ചും വേളിയെ സംബന്ധിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ചൂട്ടുകറ്റയുമായി പോയിരുന്ന ചരിത്രങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആ ജാതിയെ പറ്റിയൊക്കെ വല്ലാതെ ഊറ്റം കൊള്ളുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പുറകോട്ട് ചികഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തു പറയാൻ പറ്റാത്ത ചരിത്രങ്ങൾ ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം. ഇന്നത്തെ കാലഘട്ടത്തിലും ഓരോ പദവികളിൽ എത്തിക്കഴിയുമ്പോൾ പച്ചയ്ക്ക് വന്നിരുന്ന് ജാതി പറയുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ വളരെ ലഘുവായി കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇതുപോലുള്ള വ്യക്തികളെയൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ട സമയമായി. സമൂഹത്തിലെ ജാതിബോധം പേറി നടക്കുന്ന മാലിന്യങ്ങളാണ് ഇവരൊക്കെ. ഇവരുടെ പ്രവർത്തികളിലും ചിന്തകളിലും എല്ലാത്തിലും ജാതി ടച്ച് ഉണ്ടാകും. അതിവർക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് രണ്ടുപേർ വന്നിരുന്നിടത്ത് രണ്ട് നായരായപ്പോൾ ഒരാൾക്ക് വല്ലാത്ത സന്തോഷവും ആ സന്തോഷത്തോടെയുള്ള ചോദ്യത്തിന് മറ്റൊരാൾ ആത്മാഭിമാനത്തോടെ മറുപടി പറയുന്ന കാഴ്ച ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. ഒരിടത്ത് സവർണ മാടമ്പിമാരായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ദളിതർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ വിമർശിക്കുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ മാടമ്പി മനസ്സുകളും അല്ലെങ്കിൽ ആ ജാതീയ ബോധത്തെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലാണ് മറ്റ് രണ്ട് നായന്മാർ ഞങ്ങൾ നായന്മാരാണ് എന്ന നിലയ്ക്കൊക്കെ വന്നിരുന്ന് ഉളുപ്പില്ലാതെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഞങ്ങൾ ആരൊക്കെയാണ്, മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് എന്തോ പ്രിവിലേജ് ഉണ്ടെന്ന് ചിന്തിക്കുന്ന മൂഢന്മാരാണ് ഇവരെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.